Good morning. Today going to talk about make or buy decision. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ 6th യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മേക്ക് ഓർ ബൈ ഡിസിഷൻ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുറത്തുനിന്ന് വാങ്ങണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ഡിസിഷനാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. Two factors, primary factors that will deceive influence choice of make or buy are the cost and availability of production capacity. ടു ഫാക്ടേഴ്സാണ്. ഒന്നുകിൽ നമുക്ക് മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, മേക്ക് ചെയ്യാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇഫ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് എൻ ഐറ്റം ഇൻ ഹൗസ് ഈസ് ഗോയിങ് ടു ബി ഹയർ ദാൻ കോസ്റ്റ് ഓഫ് അക്വയറിംഗ് ഇറ്റ് ഫ്രം എ ഔട്ട്സൈഡ് സപ്ലയർ, ദ ചോയ്സ് ഈസ് ബൈ ഇറ്റ്. നമുക്ക് ഒരു ഐറ്റം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം, നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ഇൻ ഹൗസിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്, അത് കുറഞ്ഞ റേറ്റിന് ഔട്ട്സൈഡിൽ നിന്ന് അവൈലബിൾ ആണ് എങ്കിൽ നമുക്കത് ബൈ ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഐറ്റമാണ് അത്. അപ്പോൾ അതിൽ എന്തൊക്കെ കൺസിഡറേഷൻസാണ് നമ്മൾ ഫേവറായിട്ട്, മേക്കിംഗ് ആണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? കോസ്റ്റ് കൺസിഡറേഷൻ, ലെസ് എക്സ്പെൻസീവ് ടു മേക്ക് എ പാർട്ട്. ആ പാർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് അധികം വരുന്നില്ല. ഡിസയർ ടു ഇൻ്റഗ്രേറ്റ് പ്ലാൻ ഓപ്പറേഷൻ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് എക്സസ് പ്ലാന്റ് കപ്പാസിറ്റി, നമുക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ് കപ്പാസിറ്റി ഉണ്ട്, അത് നമുക്ക് ഫിക്സഡ് ഓവർ ഹെഡൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീഡ്സ് ടു എക്സേർട്ട് ഡയറക്റ്റ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ ഓർ ക്വാളിറ്റി, ഡയറക്റ്റ് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. ഡിസൈൻ സീക്രസി കീപ്പ് ചെയ്യാൻ പറ്റും. അൺറിലയബിൾ സപ്ലയേഴ്സ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സപ്ലയേഴ്സാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഒരു ഭാഗം, നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി വരുന്ന ഒരു ഐറ്റം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നോ സ്യൂട്ടബിൾ സപ്ലയർ കൊട്ടേഷൻ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്ലയർ കൊട്ടേഷൻ കിട്ടിയിട്ടില്ല. ഡിസൈഡ് ടു മെയിൻറ്റെയിൻ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ഇൻ ദ പീരീഡ് ഓഫ് ഡിക്ലൈൻ സെയിൽസ്, അതായത് സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഡിക്ലൈൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മേക്ക് ചെയ്യുകയാണ് കുറച്ചും കൂടി ബെറ്റർ. ഇനി കൺസിഡറേഷൻ വിച്ച് ഫേവർ ബൈയിങ് എ പാർട്ട്, നമുക്ക് ബൈയിങ് എ പാർട്ട്, നമുക്കൊരു പാർട്ട് വാങ്ങുകയാണ് ബെറ്റർ എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ്. കോസ്റ്റ് കൺസിഡറേഷൻ ലെസ് എക്സ്പെൻസീവ് ടു ബൈ എ പാർട്ട്, നമുക്ക് വാങ്ങുമ്പോൾ കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആണ്. സപ്ലയേഴ്സ് റിസർച്ച് ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോ ഹൗ, അതുപോലെ തന്നെ അതായത് സപ്ലൈസ് റിസർച്ച് ചെയ്യണം, പിന്നെ സ്പെഷ്യലൈസ്ഡ് നോ ഹൗ വേണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ബൈ ചെയ്യാണ് ബെറ്റർ. സ്മോൾ വോളിയം ഓഫ് റിക്വയർമെൻറ്റ്, കുറച്ച് വോളിയം ആവശ്യമുള്ള. ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസേ ഉള്ളൂ. ഡിസൈഡ് മെയിൻ സ്റ്റേബിൾ വർക്കേഴ്സ് പീരീഡ് ഓഫ് റൈസിങ് സെയിൽസ്, അതായത് സെയിൽസ് കൂടുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റേബിളായിട്ട് നിർത്തണമെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്കത് ബൈ ചെയ്യാണ് ബെറ്റർ. ഡിസയർ ടു മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ സോഴ്സ് പോളിസി, നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ്, അതായത് നമുക്ക് വേണമെങ്കിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ബൈ ചെയ്യാം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റും. ഗവൺമെൻറ് പോളിസി ഫേവറിങ് ആൻസിലറി ഇൻഡസ്ട്രീസ്, ആൻസിലറി ഇൻഡസ്ട്രീസിനെ ഗവൺമെൻറ്റും ഫേവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കൺസെഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മോണോപോളി ഐറ്റംസ് ആർ റേഷൻ ബൈ ദ ഗവൺമെൻറ്, ബയർ ഹാസ് നോ ഓപ്ഷൻ, അതായത് മോണോപോളി ഐറ്റംസ് ആണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും. അതിൻ്റെ പാർട്ടുകൾ അത് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പാർട്സുകൾ ഗവൺമെൻറ് പറയുന്ന ആ കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ട് നമുക്കത് ബൈ ചെയ്യായിരിക്കും ബെറ്റർ. ഇനി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ക്രൈറ്റീരിയയിൽ ഇത് തന്നെയാണ്. ചീപ്പറാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് സപ്ലയേഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യാം. അതുപോലെ തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്സൈഡ് ഫേംസേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ഐറ്റത്തിന് അധികം സപ്ലയേഴ്സ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ്, മേക്കാണ്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ബൈ എന്ന് പറയുന്നത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റൊക്കെ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ആ പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഏറ്റവും പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ്, നമുക്കത് വാങ്ങുകയാണ് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി റേറ്റ് കുറവിന് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് മോർ ഇക്കണോമിക്കലി, നമുക്ക് നമ്മുടെ ഈ ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇക്കണോമിക്കലായിട്ട് ചിലവാക്കാനായി സഹായിക്കുന്നു. ദ സ്കിൽ ഓഫ് പേഴ്സണൽ എംപ്ലോയിഡ് ബൈ ദ കമ്പനി നോട്ട് റെഡിലി അഡാപ്റ്റബിൾ, പേഴ്സണൽ അതായത് സ്കിൽ ഓഫ് സ്റ്റാഫുകൾ റെഡിലി അവൈലബിൾ അല്ല. പുതിയ സ്റ്റാഫിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ബൈ ചെയ്യാണ് നല്ലത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്
ട്രൈ ചെയ്യുന്നില്ല, മേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. പേറ്റൻറ്റ് ഓർ അതർ ലീഗൽ ബാരിയേഴ്സ് പ്രിവെൻറ്റ് ദ കമ്പനി. നമുക്ക് അതിൻ്റെ പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഡിമാൻഡ് ഫോർ ദ പാർട്ട് ഈസ് ഐദർ ടെമ്പററി സീസണലി. അതിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് മാത്രം ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്, മേക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്തിന് പ്രിഫർ ചെയ്യും? ബൈക്കാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ കണ്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.